ഹലോ ഗൈസ്, ഇന്ന് വാങ്കോവറിനടുത്തുള്ള സ്റ്റാൻലി പാർക്കാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് പോയാലോ? നമ്മൾ മുംബൈ കയറി വന്ന ബ്രിഡ്ജാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. ആ ബ്രിഡ്ജിൻ്റെ പേരാണ് ലയൺ ഗേറ്റ് ബ്രിഡ്ജ്. ഇത് ഓപ്പൺ ആയത് 1938 ഈ ബ്രിഡ്ജ് ഡൗൺ ടൗൺ വാങ്കോവറിനെ ടു നോർത്ത് വാങ്കോവറിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1823 മീറ്റേഴ്സാണ്. ഇവിടെ നമുക്ക് നല്ല ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് കിട്ടുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബോത്ത് സിറ്റി വ്യൂ ആസ് വെൽ ആസ് നല്ല സീനിക് വ്യൂവും കിട്ടും. എസ്പെഷ്യലി അറ്റ് സൺസെറ്റിൽ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. മാത്രമല്ല നമുക്കാണെങ്കിൽ ഇവിടെ വാങ്കോവർ പോർട്ടിലേക്ക് പോകുന്ന ഷിപ്പുകൾ ഡോക്ക് ചെയ്തിട്ടേക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പം സ്റ്റാൻലി പാർക്കിൻ്റെ നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ വന്ന് നിൽക്കുകയാണ്. സോ വാച്ച് ഇറ്റ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന്. ഇതൊരു സ്റ്റണ്ണിങ് സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഗൈസ്, വിച്ച് ഇസ് ആൻ എൻജിനീയറിംഗ് മാർവൽ ആസ് വെൽ ആസ് ആൻ എ കൾച്ചറൽ ഐക്കൺ. മാത്രമല്ല ഇതിനെ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റ് ഓഫ് കാനഡ ആയിട്ട് 2005 പ്രഖ്യാപിച്ചതുമാണ്. സോ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ സ്റ്റാൻലി പാർക്കിൻ്റെ അടുത്ത സ്റ്റോപ്പായ ഹോളോ ട്രീ കാണാൻ പോവുകയാണ് ഗൈസ്. ഈ ഹോളോ സ്റ്റം ഏകദേശം ഒരു 600 to 1000 വർഷം പഴക്കമുണ്ട്. മാത്രമല്ല ഇതാണ് ഈ പാർക്കിലെ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫ്ഡ് ലൊക്കേഷൻ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റാൻലി പാർക്കിലെ മോസ്റ്റ് ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസിലാണ്. ഈ കാണുന്നതാണ് ഹോളോ ട്രീ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റോസ് ആയിട്ടില്ല, പക്ഷെ വളരും തോറും ഹോളോ ആയിക്കൊണ്ടിരിക്കും. ഇവിടെ ഗൈസ് കുറേ ട്രീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രീൻ സ്പേസ് ആണ് വിത്ത് നാച്ചുറൽ വ്യൂസ്. കുറേ ട്രീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം ഗൈസ്, ബിക്കോസ് ഈ കാണുന്ന ലീച്ചസ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. സ്റ്റാൻലി പാർക്കിലെ തേർഡ് ബീച്ച് എന്നറിയപ്പെടുന്ന ഒരു ബീച്ചാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ബേയുടെ മനോഹരമായ വ്യൂസ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ സ്റ്റാൻലി പാർക്കിൻ്റെ ഒരു മനോഹരമായ ഒരു ഈവനിങ് സ്പോട്ടിലെത്തി. ഈ ബീച്ച് സ്റ്റാൻലി പാർക്കിൻ്റെ തന്നെ ഒരു മേജർ അട്രാക്ഷനാണ്. ഇവിടെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാർഗോ ഷിപ്സ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. മൊത്തത്തിൽ ഒരു അടിപൊളി നല്ല വൈബ് ബീച്ച് ടു സ്പെൻഡ്. ഈ ബീച്ചിനോട് ചേർന്ന് സൈക്ലിംഗ് ആസ് വെൽ ആസ് വാക്കിംഗ് പാത്ത് വേ ഉണ്ട്. നമ്മളപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ നേരെ സിവാഷ് റോക്കിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരും. ഇതിന് 15 to 18 മീറ്റേഴ്സ് പൊക്കമുണ്ട്. മാത്രമല്ല ഇതൊരു 32 million year old basalt sea stack ആണ്. A legend says that a man was transformed into stone by a supernatural being as a reward for his unselfishness and clean fatherhood. അപ്പോൾ ഇന്നത്തെ സ്റ്റാൻലി പാർക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ വീഡിയോകളുമായി വരുന്നത് വരെ ബൈ ഫോർ നൗ. ആൻഡ് ഓൾസോ പോകുന്നതിൻ്റെ മുമ്പ് ആചാരം മറക്കണ്ട, എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.